നമസ്കാരം. പെൻഡാ ഡെയിലി മാർക്കറ്റ് സമ്മറി റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് കഴിഞ്ഞ ദിവസത്തെ നേട്ടം നിലനിർത്താനായി ഏതാണ്ട് 24,855 33 പോയിന്റ് പ്ലസോടുകൂടിയാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 81,481 ക്ലോസ് ചെയ്ത് 143 പോയിന്റിന്റെ നേട്ടമാണ് ഉണ്ടായത്. അതുപോലെ L&T ആണ് കഴിഞ്ഞ ദിവസത്തെ മികച്ച റിസൾട്ടിന്റെ വെളിച്ചത്തിൽ L&T ഏതാണ്ട് 5% ഒരു പോസിറ്റീവായിട്ടാണ് ഇന്ന് ട്രേഡിംഗ് നടന്നത്. അത് IT, FMCG, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ക്യാപിറ്റൽ ഗുഡ്സ് എന്നീ സെക്ടറുകൾ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. റിയാലിറ്റി, ഓട്ടോ, ബാങ്ക്സ് എന്നീ സെക്ടർ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും പോസിറ്റീവായിട്ട് തന്നെ ക്ലോസ് ചെയ്തു. ഇത് ഇന്ന് US ഫെഡറൽ റിസർവിന്റെ ഔട്ട്കം വരാനുണ്ട്. ട്രംപിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു രീതിയിലുള്ള പ്രഷർ ഫെഡ് ചെയർമാന്റെ ഭാഗത്തുണ്ട്. ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ട്. പക്ഷേ സാധ്യത കൂടുതലും ഈ റേറ്റ് അൺചേഞ്ച്ഡ് ആയിട്ട് നിലനിർത്താൻ തന്നെയാണ് സാധ്യത. ഇനി ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡ് ഡീല് ഒരു രീതിയിലും ധാരണയായിട്ടില്ല. ഇന്ത്യയുടെ കാർഷിക മേഖലകൾ തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല. വ്യാപാര എതിരാളികളേക്കാൾ കുറഞ്ഞ തിരിവ വേണമെന്ന ഇന്ത്യൻ ആവശ്യവും അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ചർച്ചകൾ നടക്കുകയാണ്. US ചൈന വ്യാപാര കരാറും തീരുമാനമാകാതെ പിരിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മറ്റൊരു ഉപരോധം ഏർപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു തീരുമാനമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ തീരുവ കാര്യത്തിൽ ലോകത്തെ പ്രധാനപ്പെട്ട രണ്ട് ജനസംഖ്യയുള്ള രാജ്യങ്ങളായ ഇന്ത്യയായിട്ടും ചൈനയായിട്ടും ഏറ്റവും വലിയ മാർക്കറ്റുകളുമായിട്ട് രണ്ടിനും US ഇതുവരെയായിട്ട് ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി അതുകൂടാതെ തന്നെ മറ്റ് സ്റ്റോക്ക് വാർത്തകൾ നോക്കുകയാണെങ്കിൽ ജിയോഫിന്റെ ഓഹരി പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ അംബാനി ഫാമിലി ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. 47% ഉള്ളത് 51% വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. ഡിജിറ്റൽ ഫിനാൻസ്, പേയ്മെന്റ്, വായ്പ എന്നീ മേഖലകളിലേക്ക് നിക്ഷേപം നടത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇന്ന് പൊതുവെ വന്ന റിസൾട്ടുകളൊക്കെ അല്പം നിരാശപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യക്ക് ആയാലും പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആയാലും റിസൾട്ട് മാർക്കറ്റിനെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മുമ്പ് പറഞ്ഞ പോലെ ഇന്ന് പ്രധാനപ്പെട്ട ഡേറ്റ US ഫെഡറൽ റിസർവിന്റെ പോളിസിയാണ്. അതുപോലെ തന്നെ മെറ്റ, മൈക്രോസോഫ്റ്റ് എന്നിവയുടെ റിസൾട്ട് വരാനുണ്ട്. അമേരിക്കൻ മാർക്കറ്റിലെ Q2 GDP ഡേറ്റയും അതുപോലെ അവിടുത്തെ PCE ഇൻഫ്ലേഷൻ ഡേറ്റയും വരാനുണ്ട്. ഇത് രണ്ടും ഡേറ്റയും, അതായത് ഫെഡിന്റെ റിസർവും GDP ഡേറ്റയും ഫെഡറൽ റിസർവിന്റെ പോളിസി ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും GDP ഡേറ്റയും ഇൻഫ്ലേഷനും അമേരിക്കൻ മാർക്കറ്റിന്റെ മൂവ്മെന്റിനെ സ്വാധീനിക്കാനാണ് സാധ്യതയുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്താൽ ഒരുപക്ഷെ പോസിറ്റിവിറ്റി നമ്മുടെ മാർക്കറ്റിലേക്ക് വരാം. എങ്കിലും താരിഫിന്റെ ഒരു കാര്യത്തിൽ തീരുമാനമാകാത്ത ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു സമ്മർദ്ദം നിലനിൽക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.